So, hi guys, hi everyone. Coming to the next topic. So, till now we were actually discussing about how the atoms are arranged inside a crystal. How closely the atoms are arranged and why there is actually different atomic packing factor for simple Q, BCC, FCC, and HCP. So it's all the previous video all talks about the arrangement of the atoms. AB type ആവാം, AA ആവാം, ABC type ആവാം. Okay. And connected to that, you need to know these terms: short range order and long range order. Short range order, before going into this particular term, you need to know how the atoms are arranged in a crystal. As mentioned earlier, the atoms, actually when you go deep inside a crystal, you can see the atoms. There are a lot of atoms spread around in three dimensions, maybe like millions of atoms spread in three dimensions. But if you closely analyze the particular arrangement, the atoms will follow a particular type of arrangement, and this particular periodic arrangement is repeated in three dimensions. So our periodic type arrangement അല്ലെങ്കിൽ repeating arrangement is spread out in three dimensions. Maybe ഒരു particular arrangement എത്തി and again it will change direction. ഒരു പർട്ടിക്കുലർ സൈഡ് എത്തുമ്പോൾ ഇറ്റ് വിൽ ചേഞ്ച് ദ ഡയറക്ഷൻ. ബട്ട് ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും ഇപ്പോൾ റോഡ് കിടക്കുന്നത് പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്, ഇഫ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ പർട്ടിക്കുലർ റോഡ് ആസ് ആൻ എക്സാമ്പിൾ, ദ ടാർ ഇട്ട റോഡ് ഞാൻ പോവുകയാണ്, ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് പോകുന്നു, അതിനൊരു പ്രശ്നവുമില്ല. ഇറ്റ് ഈസ് ആക്ച്വലി അറേഞ്ച്മെൻറ്റ് ഇറ്റ്സ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി വെൻ ഇറ്റ് കംസ് ടു എ ജംഗ്ഷൻ എഗെയിൻ ഇറ്റ് വിൽ മേക്ക് എ ടേൺ, റൈറ്റ്? അത് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ പോകാമെന്ന് കരുതുക. റൈറ്റിലോട്ടും അത് പോകുന്നു, എഗെയിൻ ഇറ്റ് ഈസ് ഫോളോയിങ് ദ സെയിം തിങ്. അതായത് ലെവൽ റോഡാണെങ്കിൽ എഗെയിൻ നമ്മൾ റൈറ്റിലോട്ട് പോയിട്ടും നേരെ വന്നതുപോലെ പോകുന്നു, പക്ഷേ അവിടെ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്, അല്ലേ? അങ്ങനെ മെറ്റീരിയലിലും ഉണ്ട്. അതായത് വെൻ ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ in a space and the periodic arrangement extends in three dimension, ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് വിൽ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. ആ പർട്ടിക്കുലർ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റിന് മാറ്റം വരുന്നില്ല. ഓക്കെ, സോ വേർ ദ പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ, അവിടെ ഒരു ഗ്രെയിൻ ബൗണ്ടറി വരും. അങ്ങനെയാണ് നിങ്ങൾ രണ്ട് ഗ്രെയിൻസ് ആയിട്ട് കാണുന്നത്. ആൻഡ് സപ്പോസ് ഇൻ എ പർട്ടിക്കുലർ ക്രിസ്റ്റൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ, അങ്ങനെയുള്ളതിനെ സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ ബേസിക്കലി ഓർഡർ എന്ന് പറയുന്നത്. ദ റെഗുലർ ആൻഡ് പ്രഡിക്റ്റബിൾ അറേഞ്ച്മെൻറ്റ് ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ്, യൂഷ്വലി 1 or 2 കുറച്ച് ആറ്റം സ്പേസിങ്ങിൽ റെഗുലർ ആൻഡ് പീരിയോഡിക് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഷോർട്ട് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡർ എന്താണ്? എ റെഗുലർ റിപ്പിറ്റേറ്റീവ് അറേഞ്ച്മെൻറ്റ് വിച്ച് എക്സ്റ്റെൻഡ്സ് ഓവർ എ വെരി ലാർജ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഷോർട്ട് റേഞ്ച് ഓർഡർ. ഷോർട്ട് റേഞ്ച് ആണെങ്കിലും ലോങ് റേഞ്ച് ഓർഡർ ആണെങ്കിലും യു ക്യാൻ സീ ഗ്രെയിൻസ്. നമ്മൾ ആറ്റം ഒരു മൈക്രോസ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ, ഒരു മെറ്റീരിയലിനെ എടുത്ത് നോക്കുമ്പോൾ, ഇഫ് ഐ ആം ജസ്റ്റ് വ്യൂവിങ് ദ മെറ്റീരിയൽ യൂസിങ് എ മൈക്രോസ്കോപ്പ്, യു ക്യാൻ സീ ഡിഫറെൻറ്റ് ഗ്രെയിൻസ്. ഈ ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആറ്റംസ് തന്നെയാണ്. ഇഫ് യു ഗോ ഡീപ്പ് ഇൻസൈഡ് ദ മെറ്റീരിയൽ using a high resolution microscope, you can clearly see that what you are actually seeing as grains are actually atoms arranged in a particular pattern. ആ പാറ്റേൺ മേ ബി ലൈക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇറ്റ് വിൽ ചേഞ്ച് ദ ഡയറക്ഷൻ, ബട്ട് ദ അറേഞ്ച്മെൻറ്റ് ഈസ് ആക്ച്വലി സെയിം. അപ്പോൾ അതാണ് ഗ്രെയിൻസ്. അപ്പോൾ അവിടെ ലോങ് റേഞ്ച് ഓർഡറും ഷോർട്ട് റേഞ്ച് ഓർഡറും എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് എവിടെ എത്രത്തോളം ഡിസ്റ്റൻസിൽ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. And so again, some materials have short range order, some materials have long range order, maybe some materialsന് ഒരു ഓർഡർ കാണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എസ്പെഷ്യലി അതൊരു ഗ്യാസും അങ്ങനെയുള്ള ഇതെടുക്കുമ്പോൾ, ഫേസസ് എടുക്കുമ്പോൾ, യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ദ ഓർഡറിങ് ഈസ് നോട്ട് ദെയർ. അപ്പോൾ അത് കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെറ്റൽസ്, ഇപ്പോൾ ഉദാഹരണം ഇനേർട്ട് മോണോഅറ്റോമിക് ഗ്യാസസ് ഹാവ് നോ റെഗുലർ ഓർഡറിങ്. ആർഗണും ഹീലിയവും ഹൈഡ്രജനും എല്ലാം ഒരു ഓർഡറിങ് ഇല്ല. ബട്ട് ബി ആൻഡ് സി, സം മെറ്റീരിയൽസ് വാട്ടർ വേപ്പറാണ്, നൈട്രജൻ ഗ്യാസാണ്, അമോർഫസ് സിലിക്കൺ ആൻഡ് സിലിക്കേറ്റ് ഗ്ലാസ്, ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ട്. കുറച്ച് സ്ഥലത്തൊരു ഓർഡർ ഉണ്ട്, അല്ലേ? And metals, alloys and many ceramics have long range order. ഇതാണ് എക്സാമ്പിൾസ്.
ഓക്കെ, ഇത് വേണ്ട. ആൻഡ് സോ കമ്മിങ് ടു ദ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇഫ് യു സീ ദ സിംഗിൾ ക്രിസ്റ്റൽ, ദ പീരിയോഡിക് അറേഞ്ച്മെൻറ്റ് ഈസ് ആക്ച്വലി സ്പ്രെഡ് ഔട്ട് ഇൻ അക്രോസ് ദ ഹോൾ വോളിയം. അവിടെ നമുക്കൊരു ഗ്രെയിനായിട്ട് കാണാൻ പറ്റില്ല. I can just see it is a single crystal. There is no grain boundaries. But if the arrangement, the pattern of the arrangement is same, but after some distance the direction changes. അതായത് ഒരു ചെറിയ സ്ഥലത്ത് അറേഞ്ച്മെൻറ്റിൻ്റെ ഡയറക്ഷൻ മാറി വീണ്ടും ആ അറേഞ്ച്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. സോ ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് ഈസ് ആക്ച്വലി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. ആൻഡ് അത് അങ്ങനെയാണ് നമ്മൾ ഗ്രെയിൻസ് കാണുന്നത്. മനസ്സിലായോ? അല്ലാതെ if the atomic arrangement spread out in 3 dimension without any hindrance, we can directly tell that particular pattern as a single crystal. But see, നമ്മൾ നേരെ റോഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ റോഡ് നേരെ പോകുന്നു, ആൻഡ് ഇഫ് ഐ ജസ്റ്റ് ടേക്കിംഗ് എ ടേൺ, അവിടെ എന്താണ്, ഒരു ഡിമാർക്കേറ്റിംഗ് ലൈൻ വരയ്ക്കണം അല്ലേ? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ബൗണ്ടറി. അതുപോലെ തന്നെ പോളിക്രിസ്റ്റൽസിൽ യു ആർ ആക്ച്വലി സീയിങ് ദ ഗ്രെയിൻസ്, ബട്ട് ദ അറേഞ്ച്മെൻറ്റ് സെയിം ആണ്. ഓരോ ഗ്രെയിൻസിൻ്റെയും അറേഞ്ച്മെൻറ്റ് ഡയറക്ഷൻ മാറുന്നതേ ഉള്ളൂ. ഡയറക്ഷൻ മാറിയാൽ ആ ഒരു ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അറേഞ്ച്മെൻറ്റ് സെയിം ആണ്. ദാറ്റ് ഈസ് പോളിക്രിസ്റ്റൽ. വാട്ട് ഹാപ്പൻസ് ഇൻ അമോർഫസ്? ദർ ഈസ് നോ പീരിയോഡിക് അറേഞ്ച്മെൻറ്റ്. അമോർഫസിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ പീരിയോഡിക് അറേഞ്ച്മെൻറ്റ്. ബെസ്റ്റ് എക്സാമ്പിൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അമോർഫസ് സോളിഡ്സ് ആണ്. അതിനൊരു പീരിയോഡിക് അറേഞ്ച്മെൻറ്റ് ഇല്ല. നിങ്ങൾ കുറച്ച് സ്ഥലത്ത് നോക്കുമ്പോൾ എങ്ങനെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യും. ഇഫ് യു ട്രാവൽ സം ഡിസ്റ്റൻസ് inside the crystal, you can see definitely another type of arrangement. So ഒരു പാറ്റേൺ ഇല്ല. അപ്പോൾ അതാണ് അമോർഫസ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് വേഴ്സസ് പോളിക്രിസ്റ്റൽ. സിംഗിൾ ക്രിസ്റ്റലിലെ പ്രോപ്പർട്ടീസ് വേരീസ് വിത്ത് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഒരു ഡയറക്ഷനിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കില്ല അനദർ ഡയറക്ഷനിൽ. ബട്ട് പോളിക്രിസ്റ്റൽസ് എന്തായിരിക്കും? സിൻസ് ദ ഗ്രെയിൻസ് ആർ റാൻഡംലി ഓറിയൻറ്റഡ്, ദേ ആർ എന്തായിരിക്കും? ഐസോട്രോപ്പിക് ആണ്. സോ നമ്മൾ ഗ്രെയിൻസ് ആറ്റംസ് എക്സ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ ആയിരിക്കില്ല അതിൻ്റെ ക്ലോസ്ഡ് പാക്കിംഗ് വൈ ഡയറക്ഷനിലുള്ളത്. സോ ദ ഇലാസ്റ്റിക് മോഡുലസ് ഒക്കെ സിംഗിൾ ക്രിസ്റ്റലിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് പോളിക്രിസ്റ്റൽ സിൻസ് ഇറ്റ് ഈസ് റാൻഡംലി ഓറിയൻറ്റഡ്, വി ക്യാൻ ഗെറ്റ് ആൻ ആവറേജ് വാല്യൂ ഇല്ലേ? ജസ്റ്റ് എന്തായാലും അതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ റാൻഡംലി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ദ വാല്യൂസ് വിൽ ബി സെയിം അൺലെസ് അണ്ടിൽ ദ ഗ്രെയിൻ ടെക്സ്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഫ് ഐ എം ജസ്റ്റ് ഡൂയിങ് എ റോളിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫോർമേഷൻ ചെയ്യുകയാണെങ്കിൽ ദ ഗ്രെയിൻസ് വിൽ അലൈൻ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഡിഫോർമേഷൻ. റോൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻസ് ആ റോളിങ്ങിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് കിടക്കും. അപ്പോൾ ആ ഡയറക്ഷനിൽ പ്രോപ്പർട്ടി കൂടുതലായിരിക്കും കമ്പയർഡ് ടു അനദർ ഡയറക്ഷൻ. ഓക്കെ, അതാണ് റോളിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഐസോട്രോപ്പിക്കും അനൈസോട്രോപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐസോട്രോപ്പിക് ദ പ്രോപ്പർട്ടീസ് വിൽ ബി സെയിം ത്രൂ ഔട്ട്. Anisotropic properties will be different in different directions. And crystalline materials, ഞാൻ പറഞ്ഞതുപോലെ നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിന് അമോർഫസ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. ആൻഡ് ദർ ആർ സം പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു ദ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക, ഇല്ലെങ്കിൽ വീഡിയോ ലോങ് ആവും. സോ ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ദർ ആർ സം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ആൻഡ് ഒബ്വിയസ്ലി ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. ആൻഡ് സോ ദെൻ കംസ് നെക്സ്റ്റ് തിങ് ഈസ് തിയറട്ടിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഇതൊരു പ്രോബ്ലമായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ ഇഫ് ഐ ആം ജസ്റ്റ് ഗിവിങ് യു എ മെറ്റീരിയൽ ദാറ്റ് ഈസ് കോപ്പർ, you will be asked to find out the theoretical density of copper. So theoretical density of the copper can be calculated using this equation, n into A divided by Bc into Na. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ ഇറ്റ് ഈസ് 1, BCC ആണെങ്കിൽ 2, FCC ആണെങ്കിൽ 4. ആൻഡ് A മീൻസ് ദ അറ്റോമിക് വെയ്റ്റ്. VC എന്ന് പറയുന്നത് എന്താ? വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്താ? സിൻസ് ഇറ്റ്സ് എ ക്യൂബ്, ഓൾവേസ് എ ക്യൂബാണ്. ഓക്കെ, ആൻഡ് Na എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. നിങ്ങൾക്കറിയാം 6.023 ഇൻറ്റു 10⁻23 ആറ്റംസ് പെർ മോൾ. അപ്പോൾ ഒരു കോപ്പർ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഇതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ തന്നു കഴിഞ്ഞാൽ യു നീഡ് ടു യൂസ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി. ഓക്കെ, അതൊരു പ്രോബ്ലമായി ചിലപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇത്രയുമേ ഇതിനകത്ത് ഇനിയും പറയാനുള്ളൂ. ബിക്കോസ് പ്രീവിയസ് വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു.
ആൻഡ് അവിടെ ഡിസ്കസ് ചെയ്തത് ക്ലോസ് പാക്കിംഗ് ആണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണം, ലോങ് റേഞ്ച് ഓർഡർ ചോദിച്ചാൽ എന്താണെന്ന് എഴുതാൻ അറിയണം, സിംഗിൾ ക്രിസ്റ്റൽ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണം, പോളിക്രിസ്റ്റൽ, അമോർഫസ്, ക്രിസ്റ്റലൈൻ, നോൺ ക്രിസ്റ്റലൈൻ. ക്രിസ്റ്റലൈനും നോൺ ക്രിസ്റ്റലൈനും സെയിം ആണ്. അതായത് പോളിക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ, ആൻഡ് നോൺ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ അമോർഫസ്. ഓക്കെ. ആൻഡ് തിയററ്റിക്കൽ ഡെൻസിറ്റി കാൽക്കുലേഷൻസ്. തിയററ്റിക്കൽ ഡെൻസിറ്റി കാൽക്കുലേഷൻസ്, ഓക്കെ, ഇതൊരു കാൽക്കുലേഷനാണ്. ആൻഡ് ഇതിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ യു നീഡ് ടു ഡു വൺ തിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓക്കെ ഇനി ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ആൻസർ ദ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് 1ഉം 2ഉം എഴുതി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മുടെ ക്ലാസ് ടൈമിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഇത് കണ്ടിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. സോ നമ്മൾ ക്ലാസ് തുടങ്ങി മേ ബി മൺഡേ വേണ്ട, നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വരുന്നതല്ലേ, മൺഡേ വേണ്ട, ട്യൂസ്ഡേ സബ്മിറ്റ് ചെയ്താൽ മതി. ഓണത്തിൽ നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമുക്ക് വി വിൽ ഹാവ് സം ഡിസ്കഷൻസ്, ഒന്നുമില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ് സംസാരിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ട്യൂസ്ഡേ യു നീഡ് ടു അപ്ലോഡ് ദിസ് പർട്ടിക്കുലർ ആൻസർ 1ഉം 2ഉം. Okay. Okay guys, then thank you.